പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അവ സംഭവിക്കുക തന്നെ ചെയ്യും. വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഏതും സംഭവിക്കുമെന്ന് വിശ്വസിക്കുവിൻ, സംഭവിക്കുക തന്നെ ചെയ്യും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ പോയി ധ്യാനം കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട ചില കാര്യങ്ങൾ പോലും, സംഭവിക്കേണ്ട ചില കാര്യങ്ങൾ പോലും സംഭവിക്കാതെ നടക്കുന്നു? കാരണം ഇവിടെ വചനം എഴുതി വച്ചിരിക്കുകയാണ്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെല്ലാം സംഭവിക്കുമെന്ന് വിശ്വസിക്കുവിൻ, അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അതിന് എഴുതി വച്ചിരിക്കുകയാണ്, വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ വിശ്വസിക്കുക എന്നുള്ളത് മനുഷ്യന്റെ കടമയാണ്. ദൈവം ദാനമായിട്ട് മനുഷ്യനെല്ലാം വിശ്വാസം നൽകിയിട്ടുണ്ട്. എന്നാൽ വിശ്വസിക്കുക, അത് എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുക എന്ന കർമ്മം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുവോ അത്രയും എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കും. അതാണ് ഇതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ലാസറിന്റെ ഉയർപ്പിക്കുന്ന സമയത്ത് ഈശോ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നിന്റെ ജീവിതത്തിൽ ദൈവമഹത്വം ദർശിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ കാര്യങ്ങൾ നടക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ സംഭവം ഇതാ, ലാസർ മരിച്ചു, 4 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ഈശോ അവിടെ ചെല്ലുക. ഈശോയെ കണ്ടപ്പോൾ മർത്ത ചോദിക്കുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മർത്തായ്ക്കൊരു വിശ്വാസമുണ്ട്, ഈശോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ ഈ മരിച്ച ലാസറിനെ ഇനി ഒരു ഉയർപ്പ്, അത് മർത്തായ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം ഇതാ വിശ്വാസം അവിടെ ആ ചെറിയ പരിധിക്കുള്ളിൽ മർത്തയുടെ വിശ്വാസം ഉടക്കി കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ചില കാര്യങ്ങൾ ദൈവത്തിന് സാധിക്കും. ഇതാ നമ്മുടെ വിശ്വാസം. കാരണം നമ്മുടെ ചിന്തകൾക്ക് ചില പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ഈ പരിമിതിക്കുള്ളിൽ ദൈവത്തെ നമ്മൾ പലപ്പോഴും ഒതുക്കി നിർത്തുന്നു. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ഇത് നടക്കും. ദൈവമാണ് തീരുമാനിക്കുക ഏത് രീതിയിൽ എന്ത് നടക്കണമെന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ രീതിയിൽ കണക്ക് കൂട്ടുകയാണ്. എനിക്ക് ഒരു 10 ലക്ഷം രൂപ ആവശ്യമുണ്ട്, കടമായിട്ട് കിടക്കുന്നു, എവിടുന്നെങ്കിലും വേണം. അത് ഇതാ ഞാൻ ചിന്തിക്കുക, അവിടെ ഒരാൾ തരാനുണ്ട്, ഇവിടെ ഒരാൾ തരാനുണ്ട്, അവിടെ ഒരാൾ 5, ഇവിടെ ഒരാൾ 2, മറ്റൊരാളടുത്ത് 3, അപ്പോൾ 10 ആയി. പക്ഷെ ഇതെല്ലാം കൂടെ ഒന്ന് ക്രമീകരിക്കണം. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സകലതും ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കാൻ സാധിക്കും എന്ന വലിയ ബോധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേര് നമ്മളുണ്ട് എന്ന് നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിക്കുക. ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുക. നമുക്ക് ഒരു രീതിയിലൊക്കെ അത് ഒപ്പിച്ചെടുക്കാം, അതൊന്ന് കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്ന് നടക്കാൻ വേണ്ടി, ഞാൻ ചെയ്യുന്നതെല്ലാം ഒന്ന് ശരിയാകാൻ വേണ്ടി. മർത്ത പറയുകയാണ്, കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതാ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ലാസറിന് പനി വന്നപ്പോൾ, ആ ചെറിയ അസുഖം വന്നപ്പോൾ അങ്ങോട്ട് സൗഖ്യപ്പെടുത്തിയാനെ, രക്ഷപ്പെട്ടവനെ. പക്ഷെ ഇപ്പോൾ നിന്റെ പരിധിക്ക് അപ്പുറത്താണ് ലാസർ. കാരണം ലാസർ മരിച്ചു, ഇനിയൊരു ഉയർപ്പ് അസാധ്യം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്തായോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അവിടെ മർത്ത ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സഹോദരൻ അന്ത്യവിധി ദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. മർത്തായ്ക്ക് അതിനപ്പുറത്ത് മരിച്ച് ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുവാൻ ശക്തനാണ് എൻ്റെ യേശു എന്ന വലിയ ബോധ്യത്തിലേക്ക് മർത്ത എത്തിയില്ല. അവിടെ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് ജീവനും പുനരുത്ഥാനവും. എന്നിട്ടും ഇതാ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഈശോ പറയുകയാണ്, നിങ്ങൾ ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റുക. അപ്പോൾ അവിടെയുള്ളവർ പറയുകയാണ്, ഇപ്പോൾ മരിച്ച കുറേ ദിവസങ്ങളായി ദുർഗന്ധം വമിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അവിടെ ഒരു കടമ അവർ ചെയ്തു, അവർ ആ കല്ല് ഉരുട്ടി മാറ്റി. കാരണം ഇതാ യേശുവിൻ്റെ സന്നിധിയിൽ, യേശുവിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ അവരുടെ ഉള്ളിലേക്ക് നിറഞ്ഞപ്പോൾ അവർ ആ കല്ല് ഉരുട്ടി മാറ്റാൻ
സാധിച്ചു, ഉരുട്ടി മാറ്റുക എന്ന പ്രവൃത്തി ചെയ്തു. അതാണ് ഒരു വലിയ വിശ്വാസത്തിലേക്ക് അവർ കടത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വിശ്വാസത്തിൽ, എൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിലുള്ള അവിശ്വാസത്തിൻ്റെ കണങ്ങളാകുന്ന കണികകളാകുന്ന കല്ലുകൾ ഞാൻ ഉരുട്ടി മാറ്റുമ്പോൾ മാത്രമേ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഈ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ചില കല്ലുകൾ നിൽപ്പുണ്ട്. ആ കല്ലുകൾ ഞാൻ ഉരുട്ടി മാറ്റണം. എൻ്റെ സർവസ്വവും എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവത്തിലാണ് എല്ലാം, എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാകും. എൻ്റെ ദൈവം ഉന്നതനാണ്, സർവശക്തനാണ്. അവിടുന്ന് ഉള്ളതിൽ നിന്ന് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലായ്മയിൽ നിന്നാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. ഈ വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ് അവിടുന്ന്. അവിടുന്ന് ഇല്ലായ്മയിൽ നിന്ന് എന്നെ മെനഞ്ഞെടുത്തവനാണ്. ഈ ലോകവും അതിൻ്റെ പ്രപഞ്ചവും സൃഷ്ടിച്ച സർവശക്തനാണ് അവിടുന്ന്. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് ഞാൻ ഉയരുമ്പോൾ എൻ്റെ ജീവിതം, എൻ്റെ വിശ്വാസം വർദ്ധിക്കും. അവിടെ ഈശോ പറഞ്ഞതുപോലെ ഇതാ ദൈവത്തിൻ്റെ മഹത്വം എനിക്കും നിനക്കും ദർശിക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നീ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. എന്താ ജീവജലം? അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങളാണ്. ഇത് നിന്നിൽ നിന്ന് ഒഴുകുന്നില്ല എങ്കിൽ നീ ഒരു വിശ്വാസിയാണോ? ചിന്തിക്കുക. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഉത്തമനായ ഒരു വിശ്വാസിയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് വചനം പറയുന്നു. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഞാനായിരിക്കുന്ന സമൂഹത്തിലേക്ക്, ഞാനായിരിക്കുന്ന കൂട്ടങ്ങളിലേക്ക്, ഞാനായിരിക്കുന്ന ഇടവകയിലേക്ക്, ഞാനായിരിക്കുന്ന വ്യക്തിബന്ധങ്ങളിലേക്കെല്ലാം ഒഴുകും. അപ്പോൾ അനേകർക്കത് അഭിഷേകമായിട്ട് മാറും. എൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് മാറും. എൻ്റെ ക്ഷമ ദൈവത്തിൻ്റെ ക്ഷമയായിട്ട് മാറും. എൻ്റെ സഹനം ദൈവത്തിൻ്റെ സഹനമായിട്ട്, ദൈവത്തോട് ചേർന്നുള്ള സഹനമായിട്ട് മാറും. ഞാൻ ചിലപ്പോൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കാം, ആത്മീയ മേഖലയിൽ ജ്വലിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ വലിയ വലിയ വചനപ്രഘോഷണങ്ങൾ നടത്തുന്ന വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ഇടവകയിലെ പ്രധാനിയായിരിക്കാം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ ജീവജലത്തിൻ്റെ അരുവികൾ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ ഒരു വിശ്വാസിയല്ല. ലോകം മുഴുവൻ നിന്നെ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ വിശ്വാസിയാണെന്ന് പറയുന്നില്ല എങ്കിൽ നീ ഒരു വിശ്വാസിയല്ല. കാരണം നീ വിശ്വാസിയാണെങ്കിൽ നിന്റെ സ്നേഹം അനേകർക്ക് സ്നേഹത്തിൻ്റെ അഭിഷേകം കൊടുക്കും. നിന്റെ ക്ഷമ അനേകർക്ക് ക്ഷമയുടെ അഭിഷേകം കൊടുക്കും. ഇതാ നിന്റെ ദയ അനേകർക്ക് ദയയുടെ അഭിഷേകം കൊടുക്കും. നിന്റെ ആത്മസംയമനം അനേകർക്ക് ആത്മസംയമനത്തിന്റെ അഭിഷേകം കൊടുക്കും. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയാവും. വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കി. ഈ നോട്ടത്തിന് ഒരു അഭിഷേകമുണ്ട്. നീ വിശ്വാസിയാണോ, നിന്റെ നോട്ടം ഒരു അഭിഷേകമായിട്ട് മാറും. ഇതാ സൂക്ഷിച്ചു നോക്കിയിട്ട് പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. എന്നിട്ട് പത്രോസ് ഇപ്രകാരം പറഞ്ഞു: പൊന്നോ വെള്ളിയോ എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പത്രോസ് പറയുകയാണ്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പ്രിയമുള്ളവരെ, പത്രോസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം അത് എന്നിലുണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു. നീ എഴുന്നേറ്റ് നടക്കുക. എന്നില് ജീവജലത്തിന്റെ അരുവി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഒഴുകും. പത്രോസില് ആ അരുവി ഇതാ നിറഞ്ഞ് പത്രോസിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയപ്പോ പത്രോസ് പറയുക, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്കെന്തെങ്കിലും ഉണ്ടാവണം. എന്നില് ഈ ലോകത്തിന്റെ ചിന്തകളോ, ഈ ലോകത്തിൻ്റെതായ പ്രവർത്തനങ്ങളോ, തിന്മയുടേതായ പ്രവർത്തനങ്ങളോ, ദൈവത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളോ അല്ല ഉണ്ടാവേണ്ടത്. നീ ഒരു ക്രൈസ്തവനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ അനുയായിയാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നിന്റെ ഉള്ളിൽ ഉണ്ടാവണം.
ക്രിസ്തു നിന്റെ ദൈവമാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക്, വലിയ വിശ്വാസത്തിലേക്ക് നീ വരണം. അപ്പോൾ നീ ആരുടെ അടുക്കൽ ചെല്ലുന്നുവോ അവിടെ പത്രോസിനെ പോലെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഉള്ളത് കൊടുക്കുവാൻ, ഉള്ളത് കൊടുത്താൽ അത് ദൈവീകമാകുമോ എന്ന സംശയമുണ്ട്. കാരണം അതിൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മുടെ ഹൃദയത്തിലില്ല. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഇനി മുതൽ ഇതാ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ക്രിസ്തുവിനെയാണ്. അതാ ഒരു വിശ്വാസിയുടെ അഭിഷേകം, അതാ വിശ്വാസം. എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ നടക്കും. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ഇതാ അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്. 17-ാം വാക്യത്തിൽ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണോ അവൻ്റെ കൂടെ എന്തെല്ലാം അടയാളമുണ്ടെന്ന് വചനം കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായത് എന്ത് കുടിച്ചാലും ഒന്നും സംഭവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നടക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് പറയുകയാണ്. കർത്താവ് ഈശോ മിശിഹ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. നിന്റെ ജീവിതത്തിലുള്ള തിന്മയെ, സാത്താന്യ പ്രവർത്തനങ്ങളെ ബഹിഷ്കരിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും. നിന്റെ കുടുംബത്തിലെ തിന്മയുടെ പ്രവർത്തനങ്ങളെ ബഹിഷ്കരിക്കുവാൻ, നിന്റെ സമൂഹത്തിലെ തിന്മയുടെ പ്രവർത്തനങ്ങളെ ബഹിഷ്കരിക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയും. വിശ്വാസിയാണോ അവനിൽ ആ അടയാളം ഉണ്ടായിരിക്കും. ഇതാ സർപ്പങ്ങളെ കയ്യിലെടുക്കും, തിന്മയുടെ പ്രവർത്തനങ്ങളെ ഇതാ തകർത്തെറിയുന്ന അനുഭവം. ഭയത്തിനെതിരെ എന്തെല്ലാം ഭയം വന്നാലും ആ ഭയത്തിനെതിരെ ധൈര്യത്തോടെ നിലനിൽക്കുവാനുള്ള വലിയ കൃപ ഒരു വിശ്വാസിക്ക് കിട്ടും. മാരകമായത് എന്ത് കുടിച്ചാലും അവനൊന്നും സംഭവിക്കുകയില്ല. ഏതെല്ലാം തിന്മയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാലും അതിനെല്ലാം പ്രതിരോധിക്കുവാനും അതിനെല്ലാം തകർത്തെറിയുവാനുമുള്ള വലിയ കൃപ ദൈവമായ കർത്താവ് ഒരു വിശ്വാസിക്ക് നൽകും. പ്രിയമുള്ളവരെ, അതിന് എഴുതി വെച്ചിരിക്കുകയാണ്, അവർ രോഗികളുടെ മേൽ കരങ്ങൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. നീ നിന്റെ കുടുംബത്തിലോ മക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, സമൂഹത്തിൽ ഇതാ കൂടെയായിരിക്കുന്നവരിൽ നീ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗികൾ സുഖപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും. ഇതാ വിശ്വാസിയാകുമ്പോഴുള്ള അടയാളങ്ങൾ. നമ്മുടെ ജീവിതം ഒന്നുകൂടി ഒരു പടി കൂടി വിശ്വാസത്തിലേക്ക് കടന്നു വരാം. നമുക്കൊന്ന് തീരുമാനമെടുക്കാം, നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നുണ്ടോ? എൻ്റെ സ്നേഹം എപ്രകാരമുള്ളതാണ്? എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഇതാ സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണോ? എൻ്റെ ക്ഷമ എപ്രകാരമുള്ളതാണ്? കുറവുകളുണ്ടായിരിക്കാം, ബലഹീനതകളുണ്ടായിരിക്കാം. നമുക്കൊരു നിമിഷം കൂടി തമ്പുരാനോട് ചേർന്നായിരുന്നു കൊണ്ട് നമുക്കൊന്ന് പറയാം, ദൈവമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിശ്വാസിയായിട്ട് ജീവിക്കാനുള്ള വലിയ കൃപ തരണമേ. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും വിശ്വാസത്തിൻ്റെതായ ഫലങ്ങൾ എന്നിൽ നിന്ന് ഒഴുകുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തെ നീ ഒന്ന് മാറ്റണമേ. വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചതുപോലെ ജീവജലം ഒഴുകുവാനുള്ള വലിയ കൃപ എനിക്ക് നൽകണമേ. എന്നിൽ നിന്ന് സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കണമേ. എന്നിൽ നിന്ന് ക്ഷമ മറ്റുള്ളവരിലേക്ക് ഒഴുക്കണമേ. എന്നിൽ നിന്ന് ദയ, കരുണ മറ്റുള്ളവരിലേക്ക് ഒഴുക്കണമേ. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ ഉള്ള വലിയ കൃപ എനിക്ക് നൽകണമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം.